ശ്രീ ഗുരുഭ്യോ നമ. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരുടെ 7 വൈരാഗ്യ ശ്ലോകങ്ങൾ. ശ്രീ ശങ്കരാചാര്യരുടെ അന്തർമുഖ വ്യക്തിത്വം തുളുമ്പി നിൽക്കുന്ന അദ്വിതീയവും അനുപമേയവുമായ ആ ഗ്രന്ഥങ്ങൾ ആർഷഭാരതത്തിൻ്റെ പവിത്രമായ സംസ്കാരം വിളിച്ചു പറയുന്നു. അവയിൽ വളരെ പ്രശസ്തവും മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രസക്തവും എല്ലാവരും ഓർമ്മിച്ചിരിക്കേണ്ടതുമായ ഒന്നാണ് ശ്രീ ശങ്കരാചാര്യരുടെ 7 വൈരാഗ്യ ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങൾ വൈരാഗ്യ ശ്ലോകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വൈരാഗ്യം എന്നു പറഞ്ഞാൽ ബാഹ്യപ്രേരണ കൂടാതെ സ്വയം ഒരു കാര്യത്തിൽ വരുത്തുന്ന വിലക്ക്. ഇനി വേണ്ട, പാടില്ല എന്നുള്ള തീരുമാനം, ഭക്ഷണത്തിലോ ജീവിത രീതിയിലോ വരുത്തുന്ന മാറ്റം. വിവേകം വരുമ്പോൾ വൈരാഗ്യവും വരും. അത് പക്വതയുടെ ലക്ഷണമാണ്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവ മൂന്നും ആത്മനിഷ്ഠയുള്ള ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇനി ആ 7 ശ്ലോകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. വാചാമഗോചരവും തത്വചിന്താസ്ഫുലിംഗങ്ങൾ കൊണ്ട് സുദീപ്തവുമായ ആ ശ്ലോകങ്ങൾ അനുസന്ധാനം ചെയ്താൽ, ഓർമ്മിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാനസിക ക്ലേശങ്ങളും നേരിടുവാനുള്ള മനഃശക്തി നമ്മൾക്ക് ഉണ്ടാകും. ഒന്നാമത്തെ ശ്ലോകം. മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദരാഃ അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത. നാം പ്രത്യക്ഷമായി കാണുന്ന അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും സ്വത്തുക്കളും ആരും തന്നെ ശാശ്വതമല്ല. ചുരുക്കത്തിൽ നാം നമ്മുടേതെന്നു അഹങ്കരിക്കുന്ന ഒന്നും തന്നെ സ്ഥിരമല്ല. എല്ലാം ഒരു ദിവസം ഇല്ലാതാവും. അതുകൊണ്ട് ഏതു സ്ഥിതിഗതിയും നേരിടാൻ മനസ്സുകൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക. രണ്ടാമത്തെ ശ്ലോകം. ജന്മദുഃഖം ജരാദുഃഖം ജായാദുഃഖം പുനഃ പുനഃ സംസാരസാഗരം ദുഃഖം തസ്മാത് ജാഗ്രത ജാഗ്രത. ഈ സംസാരസാഗരത്തിൽ മനുഷ്യജന്മം എന്നത് ദുഃഖമാണ്. വാർദ്ധക്യ ദുഃഖം, ധർമ്മപത്നി ദുഃഖം, മക്കൾ ദുഃഖം, എന്തിന് ഈ സംസാരം തന്നെ ദുഃഖമാണ്. എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് ദുഃഖം മാത്രമാണ് പ്രദാനം ചെയ്യുന്നത്. ഒന്നും ആർക്കും ഒഴിവാക്കാൻ സാധ്യമല്ല. അനുഭവിച്ചേ തീരൂ. തീരാത്തത് അടുത്ത ജന്മത്തിൽ പ്രാരബ്ധ കർമ്മമായി അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം സഞ്ചിത കർമ്മവും ആഗാമി കർമ്മവുമെല്ലാം സംയോജിക്കുമ്പോൾ ദുഃഖങ്ങളുടെ വ്യാപ്തിയും വർദ്ധിക്കുന്നു. എപ്പോൾ കർമ്മങ്ങളും വാസനകളും അവസാനിക്കുന്നുവോ അതുവരെ ജന്മം തുടർന്നുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ വാസനകളാണ് തുടർന്നുള്ള ജന്മത്തിന് ഹേതുവായി ഭവിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലാം ദുഃഖം തന്നെ. അതുകൊണ്ട് എല്ലായ്പ്പോഴും മനസ്സുകൊണ്ട് ജാഗരൂകരായിരിക്കുക. മൂന്നാമത്തെ ശ്ലോകം. കാമശ്ച ക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാ ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. കാമം, ക്രോധം, ലോഭം ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തസ്കരന്മാരാണ്. അതായത് കാമം, ക്രോധം, ലോഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശകൾ, ദേഷ്യം, അത്യാഗ്രഹം. അപ്പോൾ അവർ സമയാസമയങ്ങളിൽ തലപൊക്കി നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജ്ഞാനമാകുന്ന രത്നം അപഹരിക്കുന്നു. ക്ഷണനേരം കൊണ്ടുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിൽ നാം അവിവേകം മൂലം രാഗദ്വേഷാദികൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ അമൂല്യനിധിയായ ജ്ഞാനം മോഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട്
ഏതു നേരവും ശുഷ്കാന്തിയോടെ ഉണർന്നിരിക്കുക. 4-ാമത്തെ ശ്ലോകം. ആശായ ബന്ധ്യതേ ജന്തു കർമ്മണ ബഹുചിന്തയാ ആയുർക്ഷീണം ന ജാനാതി തസ്മാത് ജാഗ്രത ജാഗ്രത. മനുഷ്യനും മറ്റൊരു വിധത്തിൽ മൃഗം തന്നെ. ഇവിടെ ആചാര്യർ മനുഷ്യനെയും മൃഗമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അമിതമായ മോഹാവേശത്താൽ ബന്ധിതരായ മനുഷ്യൻ വേണ്ടാത്ത ആശകളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിലിൽ ഈ ക്ഷണികമായ ജീവിതത്തിലെ വിലയേറിയ നിമിഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കുവാൻ വിട്ടുപോകുന്നു. ശ്രദ്ധിക്കുമ്പോൾ വളരെ വൈകിപ്പോയതായി മനസ്സിലാകും. അത് ദുഃഖത്തിനും പശ്ചാത്താപത്തിനും ഹേതുവായി തീരുന്നു. അതുകൊണ്ട് സമയം വിനിയോഗം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഫലപ്രദമായ ജീവിതം നയിക്കുന്ന കാര്യത്തിൽ ഉണർന്നിരിക്കുക. എങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല. 5-ാമത്തെ ശ്ലോകം. സമ്പത്ത് സ്വപ്ന സാംകാര യൗവനം കുസുമോപമം വിദ്യുച്ചഞ്ചലം ആയുഷം തസ്മാത് ജാഗ്രത ജാഗ്രത. നമ്മുടെ എല്ലാ സമ്പത്തുകളും ഒരു സ്വപ്നം കാണുന്നത് പോലെ അസ്ഥിരവും നൈമിഷകവുമാണ്. യൗവനം അല്പകാലത്തേക്കുള്ള ഒരു ജീവിത ദശ മാത്രം. വരുന്നതും പോകുന്നതും നാം ശ്രദ്ധിക്കപ്പെടാതെ തന്നെ നമ്മിൽ നിന്നും ഒരു പൂവിൻ്റെ ജീവിതകാലം പോലെ കടന്നു പോകുന്നു. കൃത്യമായി പറഞ്ഞാൽ ജീവിതം ഒരു മിന്നൽ പിണറുപോലെ കൺമുന്നിലൂടെ മിന്നിമറയുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന ഉണർവോടെ ജീവിച്ചാൽ പിൽക്കാലത്ത് ദുഃഖിക്കേണ്ടി വരില്ല. 6-ാമത്തെ ശ്ലോകം. ക്ഷണം വിത്തം ക്ഷണം ചിത്തം ക്ഷണം ജീവിതമാവയോ യമസ്യ കരുണാ നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത. ധനം, സ്മൃതി, ജീവിതം എല്ലാമേ ക്ഷരമാണ്. അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. മരണദേവൻ അല്പം പോലും കരുണ കാട്ടുകയില്ല എന്ന വസ്തുത നമ്മുടെ ജീവിതത്തിൽ പലതും നാം അവഗണിക്കുന്നു, ഓർമ്മിക്കാതിരിക്കുന്നു. അതിൻ്റെ ഭവിഷ്യത്തും കാലാന്തരത്തിൽ അനുഭവിക്കുന്നു. 7-ാമത്തെ ശ്ലോകം. യാവത് കാലം ഭവേത് കർമ്മ താവത് തിഷ്ഠന്തി ജന്തവഃ തസ്മിൻ ക്ഷീണേ വിനശ്യന്തി തത്ര കാ പരിദേവന. കർമ്മം നിലനിൽക്കുന്ന കാലം വരെ മാത്രമേ മനുഷ്യനെന്ന ജന്തു ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. കർമ്മത്തിൽ നിന്നും നിവൃത്തിയായി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ മനുഷ്യൻ അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ട് ഇതെല്ലാം ആലോചിച്ച് മനസ്സ് പുണ്ണാക്കുന്നതിൽ അർത്ഥവുമില്ല, ഫലവുമില്ല. എല്ലാ പ്രക്രിയകളും അതിൻ്റെ നിയമമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. നാം മറ്റൊരിടത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ നിശ്ചയിച്ച കാര്യം കഴിഞ്ഞ ഉടനെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതുപോലെ ഭൂലോകത്തിൽ ജന്മമെടുത്താൽ ഉദ്ദിഷ്ട കർമ്മപൂർത്തിക്കു ശേഷം ഇഹലോകവാസം തീർത്ത് ഒരു ദിവസം അപ്രത്യക്ഷമാകുന്നു. ചെയ്ത കർമ്മങ്ങളുടെ സ്വഭാവമനുസരിച്ച്, വാസനകളുടെ ഗൗരവമനുസരിച്ച് തുടർന്നുള്ള ജന്മം നിശ്ചയിക്കപ്പെടുന്നു. എല്ലാം നിഗൂഢമാണ്. ആർക്കും ഒന്നും മുൻകൂട്ടി അറിയില്ല. അതാണ് ഈശ്വരൻ്റെ വൈഭവവും മാഹാത്മ്യവും. ഇനി ഈ 7 ശ്ലോകങ്ങളും കൂടിയുള്ള ഉള്ളടക്കം. അതുകൊണ്ട് നമ്മൾ അഭിമാനം വെടിഞ്ഞ് രാഗദ്വേഷാദികളോടെല്ലാം വിടവാങ്ങി പരസ്പര സ്നേഹത്തോടെ ഇനിയുള്ള കാലം തുറന്ന മനസ്സോടെ ജീവിക്കുവാൻ ശ്രമിക്കണം. ഈ മനുഷ്യജീവിതം ക്ഷണികമാണെന്ന ബോധത്തോടെ ജീവിതം അർത്ഥവത്തായും ഫലപ്രദമായും ഉപയോഗിക്കാനും ജന്മസാക്ഷാത്കാരം നേടുവാനും എല്ലാവരും എല്ലായ്പ്പോഴും ഓർമ്മിച്ചിരിക്കണം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവയും കൂടാതെ സത്സംഗം, ശരണാഗതി,
നാമസങ്കീർത്തനം ഇവയെല്ലാം ജന്മസാക്ഷാത്കാരത്തിന് സഹായിക്കുന്ന ധാർമ്മിക മാർഗങ്ങളാണ്. ഇതാണ് ശങ്കരാചാര്യർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.